മാനസ് വിളിച്ചില്ലേ? ഇല്ല മേം സാബ്. ഇവിടുന്ന് പുറത്തിറങ്ങിയ ഒരിത്തരും തിരിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. അവൾ എന്നാ വരിക? കുറച്ചു ദിവസത്തെ പ്രോഗ്രാം ആയിട്ടല്ലേ പോയത്. जो लोग सुल्तान रोड में बॉम्ब ब्लास्ट से मरा है उन लोगों को आइडेंटिफाई नहीं कर पाया? नहीं साहब, जिस जगह से एविडेंस मिला है वो ठीक नहीं साहब. You may go and collect necessary details from Commissioner's office. Yes sir. ഡൽഹിയിൽ ഏത് സമയത്ത് എന്ത് നടക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ മൂടൽ മഞ്ഞും അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ഡൽഹിയിൽ ഡിസംബറിലാണ് സെക്യൂരിറ്റി അലേർട്ട് ആക്കേണ്ടത്. തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കൂടുന്നു. ഇറ്റ് ഈസ് എ പെർലെസ് സിറ്റുവേഷൻ. ജഗ്മോഹൻ പാണ്ഡെയുടെ കേസ് കേൾക്കുന്ന ജസ്റ്റിസ് ഉഷാ വർമ്മയുടെ പേരും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. സോ ബി കെയർഫുൾ. അവർക്കുള്ള സെക്യൂരിറ്റി എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്തോ സാബ്? ലേഡി ആയതുകൊണ്ട് ബ്ലാക്ക് കാറ്റ് കമാൻഡോസിനെ പ്രിഫർ ചെയ്യാമെന്നാണ് ക്യാബിനറ്റ് സജഷൻ. ഗ്രൂപ്പിനെ മിസ്റ്റർ ബൽറാമിന് തന്നെ റെക്കമെൻഡ് ചെയ്യാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വന്നൊരു കമാൻഡർ ഉണ്ട് സാർ. വൺ മിസ്റ്റർ ഷാ. ഹീസ് എൻ എഫിഷ്യന്റ് ട്രെയിനി. BSFൽ ക്യാപ്റ്റൻ റാങ്കാണ്. വിംഗ് ക്യാപ്റ്റൻ അയാളെ ആക്കാം. BSF ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അയാളുടെ സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം സാബ്. मैम साहब है अंदर? नहीं साहब, बाहर गई है. आप लोग चाहो तो अंदर जा सकते हैं. क्या नाम है? सुखराम साहब. अच्छा, सुखराम. चोली के पीछे क्या है? चोली के पीछे पीछे चोली के पीछे क्या है? सुखराम. चुप रहो. तेरा नाम? कुंदन जी. पूरा नाम बताओ. कुंदन ചാറ്റർജി. മലയാളിയാണോ? അതെ സർ, കുട്ടൻജി എന്നാണ് എന്റെ പേര്. ചിത്താറാണ് സ്ഥലം. ഈ ഡൽഹിയിലെ സഹവാസം കൊണ്ട് കുന്ദൻ ചാറ്റർജി എന്നായി പോയി. കുക്കാണല്ലേ? അതെ, ആളിന്റെ ആളാ. കരിമ്പൂതോ? I am Shyam. Who gave you the permission to enter into my house? Madam, we are from the National Security Department, Black Cat Squad. Please clear out everybody now itself. Ma'am Sahab, we've got orders from the headquarters to take charge of your security with immediate effect. I don't want any security here. We are really helpless, madam. This order comes from the Home Ministry. ഇതിനെല്ലാം കാരണക്കാരൻ അവനാണ്, ഒരു ഹോം സെക്രട്ടറി. മോർണിംഗ്. ഹലോ, കണക്ട് മീ ടു ദ ഹോം സെക്രട്ടറി. ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ, ഐ മീൻ ഇൻ ഡൽഹി, ആർക്കും ഒന്നിനും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. എസ്പെഷ്യലി ചേച്ചിയെ പോലുള്ള ഒരു VIP-യുടെ നേർക്ക് ഒരു അറ്റംപ്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവരോട് സഹകരിക്കണം. പക്ഷെ രാജ, ഇത് വളരെ കൂടിപ്പോയി. എന്തിന്റെ പേരിലാണെങ്കിലും, ഈവൻ ഫോർ ദ സേക്ക് ഓഫ് സെക്യൂരിറ്റി, ഐ കാൻറ്റ് ബെയർ ഇറ്റ്.
ചായ. നോക്കൂ, ഉണ്ണിക്കും മാനസിക്കും ഇതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അവർ കൊച്ചു പിള്ളേരല്ല രാജാ. ഉണ്ണിയും മാനസിയും അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിന്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവും. ഹും, നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ? എന്നെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ഓ, നിന്റെ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു ജയിക്കാൻ എനിക്ക് വയ്യ. ദേ, ഇനി അവരോട് ആലോചിച്ച് വേണം ഞാൻ എന്തും ചെയ്യാൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരാണത്രേ. കണ്ടംപ്റ്റ് സെല്ലിലെ പുള്ളികളെപ്പോലാവും ഇനി ഈ വീട്ടിലെ ഞങ്ങളുടെ ജീവിതം. ഹും, നമുക്കാ ശീലം ഇല്ലല്ലോ രാജാ. എനിക്ക് ഈ മനുഷ്യന്റെ ബ്ലാക്ക് ഡ്രസ്സും തോക്കും ചിരിക്കാൻ അറിയാവുന്നൊരു മുഖം അതും ഇല്ലേ കൂട്ടത്തില്. ചേച്ചി, ടീം ക്യാപ്റ്റൻ വിജിലന്റ് ആയിരിക്കണം, അതാണ് റൂൾ. പിന്നെ ആദ്യത്തെ ഈ വീർപ്പുമുട്ടലെല്ലാം യൂസ്ഡ് ആയി കഴിയുമ്പോൾ മാറിക്കോളും. ചേച്ചിക്ക് മാത്രമല്ല, ഡൽഹിയിൽ 57 പേർക്കുണ്ട് ബ്ലാക്ക് ഹാറ്റ് പ്രൊട്ടക്ഷൻ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സാം. സർ. ഷീ ക്യാൻ ബി വെരി റൂഡ്. ബേസിക്കലി ഷീ ഈസ് വെരി ലവബിൾ. ഒന്നും കാര്യാക്കണ്ട, യു ക്യാരി ഓൺ. ഷുവർ സർ. എക്സ്ക്യൂസ് മീ. യെസ്. നാം ക്യാ ഹൈ? മരിയ. ഞാൻ മലയാളിയാണ്. പക്ഷെ ഇതില് മറിയ സിംഗ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. യെസ്, മൈ ഹസ്ബൻഡ് ഇസ് ഫ്രം ലൂധിയാന. ഓഹോ. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാ. അച്ഛൻ റെയിൽവേസിലായിരുന്നു, അമ്മ ഇവിടെ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിരുന്നു. നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. മേം സാബ് സ്പെഷ്യൽ കോർട്ട് ജഡ്ജായത് മുതൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. വാട്ട് ഇസ് ഹി? ഭർത്താവിന് എന്താ പണിയെന്ന്? ഈസ് ഡൂയിങ് ബിസിനസ്. കോൺസാ ബിസിനസ്? ആർമറി ഷോപ്പ്. മിസ്റ്റർ സിംഗിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടിവരും. കളക്ട് ചെയ്തോളാം. ഹസ്ബൻഡിന് ആയുധ വ്യാപാരം. നിങ്ങൾ വെറുതെ അവരെ സംശയിക്കണ്ട. എനിക്ക് അയാളുടെ വേറബൌട്ട്സ് എല്ലാം അറിയാം. കർത്താ സിംഗിന്റെയും മരിയയുടെയും കല്യാണം നടത്തിക്കൊടുത്ത ഞാനാണ്. കുറെ വർഷങ്ങളായി മരിയ എന്നോടൊപ്പം ഉണ്ട്. ഓക്കെ മേം സാബ്, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സ്റ്റാഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. വീടിന്റെ ടോട്ടൽ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കണം. മുറികളൊക്കെ ഒന്ന് തുറന്നു കാണണം. സേഫ് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. മേം സാബ്, ഈ റൂമിൽ താമസിക്കുന്ന ആൾ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്തിന്? ഇവിടെ അത്ര സേഫ് അല്ല. ടെന്റിന്റെ വ്യൂ പോയിന്റിലുള്ള ഒരു റൂമായാൽ 24 മണിക്കൂറും ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കും. റൈറ്റ്. വേണ്ട, അത് മാനസി വന്ന് അവളോട് ചോദിച്ചിട്ട് മതി. ചേച്ചി, ശ്യാം പറയുന്നതിലും കാര്യമുണ്ട്. ചേച്ചിയുടെ മോളാ മാനസി. സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡന്റാണ്. BBC വേണ്ടി ഒരു ഡാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ജയ്പൂരിലും ആഗ്രയിലുമായി ഒരാഴ്ചത്തെ ടൂറിലാണ് അവൾ.